ഫുഡ് നല്ല ഫുഡാണ്. കൂടുതലും ഞങ്ങളിവിടെ ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ അവിടെ വിട്ടവിടേക്കാണ് വരാറ്. ഞാൻ ഇപ്പോൾ ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണിക്കാൾ നല്ലത് പൊറോട്ടയും ബീഫാണ്. ഫുഡൊക്കെ അടിപൊളിയാണ്. പൊറോട്ട, ബീഫ്, അടിപൊളി ബിരിയാണി കിട്ടും. ഒക്കെ അടിപൊളിയാണ്. ആ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. ഹോസ്റ്റലിൽ ഫുഡ് കഞ്ഞിയുള്ള സമയത്ത് നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ്. ഇങ്ങോട്ട് വരും. ഞാൻ കണ്ണൂർ. നാട്ടിൽ കിട്ടുന്ന ആ ടൈപ്പ് പൊറോട്ടയും ബീഫ് ഇവിടെ. ഇവിടെ ഞങ്ങൾ എപ്പോഴും ബിരിയാണി ഫാനാണ്. പിന്നെ ഒരു ദിവസം കൊത്തു പൊറോട്ട കഴിച്ചു, അതും കൊള്ളാം. അടിപൊളി ബിരിയാണി, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കൊടുക്കുന്നത് പൊറോട്ട, ബീഫ് റോസ്റ്റ്, പൊറോട്ട ചിക്കൻ റോസ്റ്റ് കൊടുക്കുന്നുണ്ട്. ചിക്കൻ 89 വരുന്നുണ്ട്, പൊറോട്ട വിത്ത് ബീഫ് 99 വരുന്നുണ്ട്. അതാണ് കുഴപ്പമില്ല. സ്റ്റുഡൻസ് അല്ലേ, അവർക്ക് ഓൾറെഡി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ കൺസെപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈസിങ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതെന്തായാലും കണ്ടിന്യൂ ചെയ്യാനാണ് ഇപ്പോൾ നോക്കുന്നത്. ഒരു കോംബോകളായിട്ട് അവർക്ക് നല്ല ഫുഡ്, ടേസ്റ്റി ഫുഡ് കഴിക്കാനുള്ള ഒരു വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാം. ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഫാമിലീസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഓക്കെയാണ്. പക്ഷേ അവർ സ്റ്റുഡൻസ് അല്ലേ, അപ്പോൾ അവരുടെ ഭാഗത്തോട് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. മൈദയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സുരഭിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മൈദ തന്നെയാണ് എടുക്കുന്നത്. നോർമൽ ക്വാളിറ്റിയിലൊന്നും തന്നെ ഒരു ഇതും ചെയ്തിട്ടില്ല. ബിരിയാണി അരിയാണെങ്കിൽ ഞങ്ങൾ റോസ് ബ്രാൻഡ് എടുക്കുക. ഇപ്പം തന്നെ 125 റേഞ്ചിലോളം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പ്രൈസ് നോക്കുന്നില്ല, ആ റേഞ്ച് ആ ക്വാളിറ്റിയിലുള്ളതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾ പ്രൈസ് എങ്ങനെയാണെങ്കിലും ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ക്വാളിറ്റി ഉള്ളതാണ് യൂസ് ചെയ്യുന്നുള്ളൂ. വൈകുന്നേരങ്ങൾ ബീഫ് വരുന്നുണ്ട്, ചിക്കൻ വരുന്നുണ്ട്, നെയ്ച്ചോറ് ബീഫ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട്. എന്നാൽ 100% ഒരു 70% സ്റ്റുഡൻസ് നമ്മുടെ കോളേജ് കൺസെപ്റ്റ് തന്നെയാണ്. ബാക്കി 30% നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് വരുന്നത്. പാലക്കാട് ജില്ലയിൽ ധോണി ഭാഗത്താണ്. ധോണി വാട്ടർഫാൾസ്, ധോണി ഫോറസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു വഴിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലീഡ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല പൊറോട്ടയും ബീഫും ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ മസാല കേട്ടോ. ചെറിയൊരു പച്ചമുളകും മസാലയാണ് ഹൈലൈറ്റ്. പൊളി. അടിപൊളി ബിരിയാണി വന്നിട്ടുണ്ട്. റൈസ് എടുത്തിട്ടേ ഒരു പീസ് ആദ്യം നന്നായിട്ട് സൂപ്പറാണ്. റൈസ് കേട്ടോ. എന്ത് ഭക്ഷണവും ചൂടോടെ കഴിച്ചാൽ മാത്രം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എത്രമാത്രം നന്നാക്കി വെച്ചാലും എത്ര അടിപൊളിയായിട്ട് അതിന് സാധനങ്ങൾ ചേർത്താലും ചൂടോടെ കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടുള്ളൂ. ആരേ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് കേട്ടിട്ടുണ്ടേ, അതേപോലെ തന്നെ. ഓക്കെ, ബൈ.